ഇന്നൊരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആർക്കും വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗ്രിൽഡ് ചിക്കൻ. കുക്കറിൻ്റെയോ അതുപോലെ ഓവണിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഈ ഒരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പൊതുവേ ഓവണിലാണ് ഗ്രില്ല് ചെയ്യൽ, പക്ഷേ ഓവണിൽ ഗ്രില്ല് ചെയ്യുന്നതിനെക്കാട്ടിയും ഒരുപാട് ഈസി ആയിട്ട് തോന്നി ഈ ഒരു മെത്തേഡ് നോക്കിയപ്പോൾ. ഓവണിൽ ഗ്രില്ല് ചെയ്യുമ്പോൾ 1 മണിക്കൂറോളം എടുക്കാറുണ്ട് എനിക്ക്. അതുപോലെ തന്നെ ഈ ഓവൺ ക്ലീൻ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടില്ലേ, അത് കുറച്ച് പാട് തന്നെയാണ്. അതേസമയം ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇല്ലേ, അത് മാത്രം ക്ലീൻ ചെയ്യേണ്ട ബുദ്ധിമുട്ടേ ഉള്ളൂ. അതുപോലത്തെ ടേസ്റ്റ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഏകദേശം 1 കിലോക്ക് അടുത്ത് വെയിറ്റുള്ള ഒരു ചിക്കനാണിത്. ഈ ഒരു ചിക്കനെ നമുക്ക് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞിട്ട് കൊടുക്കാം. എല്ലാ സൈഡിലും ഇതുപോലെ വരഞ്ഞിട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ നല്ല ഉപ്പും മുളകൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ പിടിക്കൂ. ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ തുടച്ചെടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും നിങ്ങൾ ചെയ്യണേ, എന്നാൽ മാത്രമേ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതുപോലുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1 ടേബിൾ സ്പൂൺ കസൂരിമെത്തി, പിന്നെ ചേർത്ത് കൊടുത്തത് ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ സിർക്ക് ഒഴിച്ചു കൊടുക്കുക, അതായത് വിനീഗർ. ഇനി ഇതിന് വിനീഗറിന് പകരം ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒരു 4 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഈ ഓയിലിൽ തന്നെ ഈ മസാലപ്പൊടികളെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ മസാല നമ്മുടെ കോഴിയിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഇതിൻ്റെ ഈ സ്ലിറ്റിൽ എല്ലാ ഭാഗത്തും ഉൾഭാഗത്തും എല്ലാം ഈ മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കണേ. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ സ്റ്റീൽ പ്ലേറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലത്തെ കേക്ക് ടിന്നുണ്ടാവില്ലേ, അതായാലും മതി കേട്ടോ. ഇതുപോലത്തെ സ്റ്റീൽ പ്ലേറ്റ് തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. അങ്ങനെ എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് ഈ മസാല പുരട്ടി കൊടുക്കാം. ഈ പ്ലേറ്റിൽ കുറച്ചൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലേറ്റിൻ്റെ സൈഡിൽ കുറച്ച് ഓയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തിയിട്ടുണ്ട് മസാല. ഈ 2 ടേബിൾ സ്പൂൺ ഉപ്പും കറക്റ്റാണ്. ഇനി നമുക്ക് ഈ കാല്, ഈ ചിക്കൻ കുക്ക് ചെയ്തിട്ട് വരുമ്പോൾ വിട്ടു പോകുന്നതായിട്ട് കാല് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എന്താ നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുത്താലും മതി, അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താലും മതി. കാരണം കുക്ക് ചെയ്തിട്ട് വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ലെഗ് വിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് കുക്ക് ചെയ്തിട്ട് വരുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഈ മസാലയൊക്കെ ഇതിൽ പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മുതൽ 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലത്. ഇനി അത്രയും ടൈമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വെച്ചാൽ ഫ്രീസറിൽ ഒരു 30 മിനിറ്റ് വെച്ചാൽ മതി. ഫ്രീസറിൽ 30 മിനിറ്റ് കൂടുതൽ വെക്കരുത്. അതിനുശേഷം എന്താ, ഞാനിവിടെ ഒരു പഴയ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒരു 2 കപ്പ് പൊടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. ഇതുപോലെ അടച്ച് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യണേ. അതിനുശേഷം ഇതുപോലെ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടപ്പ്, സ്റ്റീലിൻ്റെ ഒരു അടപ്പ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 40 മുതൽ 50 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 15 മിനിറ്റ് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഏകദേശം മസാലയൊക്കെ നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് ഇറങ്ങി വന്ന ഈ ഓയിലില്ലേ, അതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, തീ ഒരിക്കലും ലോ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ചിക്കൻ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ.
മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തോന്നൂലേ ഇത് കരിയുന്നുണ്ട് തോന്നുമ്പോൾ മാത്രം നിങ്ങളുടെ ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി. അങ്ങനെ കുറച്ചും കൂട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ഗ്രില്ലായി കിട്ടും. ഇതിങ്ങനെ ഓയിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ചിക്കൻ മുകൾ ഭാഗം ഡ്രൈ ആയി പോവില്ല, അതുപോലെ തന്നെ ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ട് കിട്ടുകയും ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പാത്രം നല്ല ചൂടുള്ളതാണ്. അപ്പം നല്ല ലെങ്തി ആയിട്ടുള്ള സ്പൂൺ തന്നെ, നല്ല നീളമുള്ള സ്പൂണ് ഉപയോഗിച്ചിട്ട് ചെയ്യണേ. ഇതാ ഇവിടെ 45 മിനിറ്റ് ശേഷം നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർക്കരുത്. അതുപോലെ തൈരൊന്നും ചേർക്കാണ്ടൊക്കെ ശ്രദ്ധിക്കുക. കാരണം വെള്ളം ഇറങ്ങി വരാനുള്ള ചാൻസ് കൂടുതലാണ് തൈര് ചേർക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഓയിലിൽ തന്നെ ഈ പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിൽ പുരട്ടാൻ ശ്രദ്ധിക്കുക. അതുപോലെ ചിക്കൻ നല്ല ഡ്രൈ ആയിട്ട് വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ട് വേണം ഈ മസാലപ്പൊടികളൊക്കെ ഇതിൽ പുരട്ടാൻ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ സെർവ് ചെയ്യുന്നത് കുബൂസിൻ്റെയും അമൂസിൻ്റെയും കൂടെയാണ്. അതല്ലെങ്കിൽ ചപ്പാത്തിയും പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കൊടുക്കുക. അതുപോലെ നെയ്ച്ചോറ്, പരിപ്പ് കറി അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മെത്തേഡിൽ ഗ്രില്ല് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.